താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ്. വലിയ കണ്ണുനീരിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് വെച്ചാൽ അവരെ കാണുന്നവർ പോലും കരഞ്ഞു പോകുന്ന അവസ്ഥ. ആരെ? ദൈവത്തിന്റെ ജനത്തെ. ഒപ്പമായിരിക്കുന്ന ഭക്തനായ യിരെമ്യാവ് പോലും കണ്ണുനീരോടുകൂടെ അല്ലാതെ അവർക്കൊപ്പമായിരിക്കുന്നില്ല. അത്രമാത്രം വലിയ തകർച്ചയുടെ, വലിയ കഷ്ടതയുടെ മധ്യത്തിൽ അവരായിരിക്കുന്നു. ഇനി മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ അവർ തളർന്നു പോയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ സകല പ്രതീക്ഷകളും നശിച്ചു പോയിരിക്കുന്നു. സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. ഇനിയും വയ്യ, ഇനിയും മുൻപോട്ട് പോകുവാൻ വയ്യ. ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും എനിക്ക് കിട്ടത്തില്ല. ഒരിക്കലും എൻ്റെ ജീവിതം നന്നാവത്തില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. കഷ്ടതയും കണ്ണുനീരും നിരാശയും വേദനയും. എന്തിനെനിക്കിങ്ങനെ ഒരു ജീവിതം തന്നു കർത്താവേ എന്ന് ചോദിക്കുന്ന വിധത്തിൽ കരളലിയിക്കുന്ന ഗദ്ഗതങ്ങൾ പുറത്തു വരുന്ന അനുഭവമായി നിങ്ങളുടെ ജീവിതങ്ങൾ മാറിയിരിക്കുന്നു. അതേ അവസ്ഥയിൽ ദൈവത്തിന്റെ ജനവും, ആ ദൈവത്തിന്റെ ജനത്തിന്റെ അരികിലേക്ക് കരയുന്ന പ്രവാചകനെ ദൈവം അയക്കുകയാണ്. എന്തിനു വേണ്ടി? അവരെ നോക്കി പ്രവചിക്കുവാൻ, അവരുടെ തളർച്ചയുടെ ആലസ്യം വിട്ട് ഉന്മേഷം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ. അവർ സ്വപ്നം കാണുന്നതും ദൈവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ. അതേ യിരെമ്യാവ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആ ജനത്തെ നോക്കി പ്രവചിക്കുകയാണ്. 31-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ഒരു വശത്ത് കരച്ചിലിന്റെ ശബ്ദം മാത്രമേ കേൾക്കുവാനുള്ളൂ. ഒരു വശത്ത് അവർ കാണുന്നത് മുഴുവനും അവരുടെ ജീവിതത്തിൽ നൂറ്റാണ്ടുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന തകർച്ചയും കഷ്ടതയും കണ്ണുനീരുമാണ്. അതേ ഇപ്പുറത്ത് അവരുടെ കഷ്ടത കണ്ട് കരയുന്ന പ്രവാചകനെ നോക്കി ദൈവം പറയുന്നു, നീ അവരോട് പ്രവചിക്കുക, അവരുടെ അഭിവൃദ്ധിയെ പ്രവചിക്കുക. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെ നോക്കി പ്രവചിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ സമയം എന്നെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇനി വയ്യ, ഇനി പ്രാർത്ഥിക്കുവാൻ വയ്യ, ഇനി പിടിച്ചു നിൽക്കുവാൻ വയ്യ, എനിക്കിനി യാതൊന്നിനും കഴിയത്തില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് തളർന്നായിരിക്കുന്ന സഹോദര സഹോദരി, നിന്നെ നോക്കി നിന്റെ അഭിവൃദ്ധി പ്രവചിക്കുവാൻ ഈ പകലിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ശക്തമായി എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേ ആത്മാവിന്റെ നിറവിൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങളോട് പ്രവചിക്കട്ടെ. നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതേ അഭിവൃദ്ധി. സഹോദര സഹോദരി, ആ ജോലി സ്ഥലത്ത് ക്ഷയിച്ചു പോയ, നശിച്ചു പോയ, അയ്യോ തകർന്നു പോയി, കണ്ണുനീരിന് കാരണമായി മാറിയിരിക്കുന്നു. ചില മാസങ്ങളായി, അല്ല ചില വർഷങ്ങളായി തൊഴിലിടത്തിൽ നിന്ന് നീ അനുഭവിക്കുന്നത് വലിയ കണ്ണുനീരാണ്. ലോകത്തിന് ഇപ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. നിന്റെ കണ്ണുനീരിന്റെ ആഴം മനസ്സിലാകുന്നുണ്ട്. എന്നാൽ നീ പറയുന്നു, അയ്യോ ഇത് കണ്ണുനീരല്ല, ഇത് ചോരയാണ്. ഓ, എന്റെ ഹൃദയം പൊട്ടി പിളർന്ന ചോരയാണ് വരുന്നത്. ഇനി ഇവിടെ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഇനി ഈ അടിമവേല എനിക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. ഇത്രയൊക്കെ സഹിച്ചിട്ടും, ഇത്രയൊക്കെ കഷ്ടത അനുഭവിച്ചിട്ടും എന്റെ കുടുംബത്തിന് വേണ്ടത്, എന്റെ മക്കൾക്ക് വേണ്ടത്, ഞാൻ ആഗ്രഹിച്ചതും ഞാൻ സ്വപ്നം കണ്ടതും എനിക്ക് നേടുവാൻ കഴിയുന്നില്ലല്ലോ. അതേ തളർന്നു പോകുന്ന അവസ്ഥയിലായിരിക്കുന്നുവോ? നിന്റെ മുഴങ്കാലുകൾക്ക് ബലമുണ്ടാകുവാൻ, എഴുന്നേറ്റ് നിൽക്കുവാൻ, മുൻപോട്ട് പോകുവാൻ, നിന്റെ സ്വപ്നങ്ങൾ നിന്റേതായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ഇപ്പോൾ ഞാൻ പ്രവചിച്ചു പറയട്ടെ, ആ ജോലി സ്ഥലം നിനക്ക് അഭിവൃദ്ധി തരുവാൻ പോവുക. യേശുവിൻ നാമത്തിൽ ആ തൊഴിൽ മേഖലയിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാൻ പോവുക. താങ്ക് യു ലോർഡ്. ആമേൻ. ദൈവം പറയുക, ഞാൻ നിനക്ക് അഭിവൃദ്ധി വരുത്തുകയും, സഹോദര സഹോദരി, അവിടെ അവൻ നിനക്ക് അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. യേശുവിൻ നാമത്തിൽ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും, നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. സഹോദരി, ക്ഷയിച്ചുപോയ, നശിച്ചുപോയ നിന്റെ കുടുംബ ജീവിതത്തെ മുൻനിർത്തി നീ കരഞ്ഞ് നിന്റെ ജീവിതം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. കണ്ണുനീർ മാത്രമേ വരുവാനുള്ളൂ. അയ്യോ ഇതെന്തൊരു നശിച്ച ജീവിതം, ഇങ്ങനെ എനിക്ക് എന്തിനൊരു ജീവിതം തന്നു കർത്താവേ. ഞാൻ പ്രാർത്ഥിക്കുന്നവളായിരുന്നിട്ടും, ഞാൻ നിനക്കൊപ്പം നിൽക്കുന്നവളായിരുന്നിട്ടും, എൻ്റെ യൗവനത്തിന്റെ പല മോഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഞാൻ മാറ്റിവെച്ച് നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ട്, എൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനൊപ്പം ഞാൻ നിന്നിട്ട്, നീ തന്ന ആലോചനയാണ് എനിക്ക് നല്ലതെന്ന് കണ്ട് ഞാൻ മുൻപോട്ട് പോയിട്ടും ഈ നശിച്ച ജീവിതം എനിക്ക് തന്നുവല്ലോ. എൻ്റെ കുടുംബ ജീവിതം നശിച്ചു പോയിരിക്കുന്നു. മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാൻ മദ്യപന്മാരുടെ വായിലെ പാട്ടായി സങ്കീർത്തനക്കാരൻ വിലപിക്കുന്നത് പോലെ വിലപിക്കുക. അയ്യോ, എന്നെ കാണുന്നവരും എന്നെ അറിയുന്നവരും
എൻ്റെ തകർച്ച കണ്ട്, എൻ്റെ കഷ്ടത കണ്ട്, എൻ്റെ നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം കണ്ട് ചിരിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളവർ, എനിക്കൊപ്പം നിൽക്കുവാനുള്ളവർ, അവർ പോലും കരയുന്ന വിധത്തിൽ എൻ്റെ ജീവിതം ഇതാ താളടിയായി മാറിയിരിക്കുന്നു. എൻ്റെ ജീവിതം ഇതാ നശിച്ചു പോയിരിക്കുന്നു. ഞാൻ ഭർത്താവില്ലാത്തവളായി മാറിയിരിക്കുന്നു. ഞാൻ ഭാര്യയില്ലാത്തവളായി മാറിയിരിക്കുന്നു. അയ്യോ നാശം, അയ്യോ നാശം, എൻ്റെ ജീവിതം നശിച്ചു പോയിരിക്കുന്നു. അതേ സഹോദര, സഹോദരി, നിന്നോട് തന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ പകലിൽ ഞാൻ ആ പ്രവചനത്തെ വിളിച്ചു പറയട്ടെ. ദൈവം നിനക്ക് അഭിവൃദ്ധി വരുത്തും. നീ അഭിവൃദ്ധി പ്രാപിക്കും യേശുവിൻ നാമത്തിൽ. നിന്റെ കുടുംബ ജീവിതം നശിച്ചു കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് അഭിവൃദ്ധി പ്രാപിക്കും. ആ സന്തോഷം, നീ സ്വപ്നം കണ്ട, നീ ആഗ്രഹിച്ച ആ സന്തോഷം നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് മടങ്ങി വരും. അതെ, ഈ പകലിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ, നീ അഭിവൃദ്ധിപ്പെടുവാൻ പോകുക. നിന്റെ കുടുംബ ജീവിതം അഭിവൃദ്ധിപ്പെടുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അയ്യോ, നശിച്ചു പോയി, തകർന്നു പോയി. ഒരപ്പനായി, ഒരമ്മയായി കണ്ണുനീർ മാത്രം കുടിച്ച് ജീവിച്ച രാത്രികൾ, മക്കൾക്ക് വേണ്ടി നല്ലതെല്ലാം മാറ്റിവെച്ചു, സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ചു. നിങ്ങളുടെ സ്വപ്നങ്ങളെ വെട്ടിക്കളഞ്ഞ് മക്കളെ സ്വപ്നം കാണുവാൻ പഠിപ്പിച്ചു. അവർക്ക് വേണ്ടി പലതും ചെയ്തു. എന്നാൽ ആ സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങി. അയ്യോ, എൻ്റെ തലമുറകൾ നശിച്ചു പോയിരിക്കുന്നു, എൻ്റെ തലമുറകൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഈ നശിച്ച കണ്ണുകൊണ്ട് എൻ്റെ തലമുറകളുടെ തകർച്ച, എൻ്റെ തലമുറകളായിരിക്കുന്ന നശിച്ച ജീവിതം കാണേണ്ടി വന്നല്ലോ എന്ന് വിലപിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന മാതാവേ, നിന്നെ നോക്കി ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ പ്രവചിക്കട്ടെ, നിന്റെ തലമുറകൾക്ക് ദൈവം അഭിവൃദ്ധി വരുത്തുകയും അവർ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. അതേ, എവിടെയൊക്കെ അവർ നശിച്ചു പോയോ, എവിടെയൊക്കെ അവരുടെ ഭാവി നാശത്തിൽ വീണുപോയോ, അവിടെ അവർ അഭിവൃദ്ധിപ്പെടുക യേശുവിൻ നാമത്തിൽ. ഇന്നലകൾ ചെയ്തതൊന്നും തലമുറകൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നില്ല. അവരുടെ ഭാവി നശിച്ചു പോകുമല്ലോ. ഞാൻ ആഗ്രഹിച്ച വിദ്യാഭ്യാസം, അവരുടെ പഠനത്തിൽ ഒത്തവണ്ണമുള്ളത് അവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നില്ല. അയ്യോ, നല്ല കോഴ്സിൽ അവരെ ചേർക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ഒന്നുമില്ലാത്തവളായി മാറിയിരിക്കുന്നു. അയ്യോ, വലിയ കണ്ണുനീരാ, വലിയ വേദനയാ. മക്കൾ മുഖത്ത് നോക്കി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരെന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ, എന്ന് ദേഷ്യപ്പെട്ടിരുന്നുവെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ദൈവദാസനെ എന്ന് പറഞ്ഞ് നീ കരയുകയാ. സഹോദരി, സഹോദര, നിന്റെ കണ്ണുനീർ എൻ്റെ ദൈവം കാണുന്നുണ്ട്. നിന്നെ നോക്കി ഈ പകലിലും ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നിന്റെ തലമുറകൾക്ക് എൻ്റെ ദൈവം അഭിവൃദ്ധി വരുത്തും. അവർ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറകൾക്ക് നീ പ്രതീക്ഷിച്ചതിനപ്പുറമായുള്ളത്, അവർ സ്വപ്നം കണ്ടതിനപ്പുറമായുള്ളത് നിനക്ക് ചെയ്തു കൊടുക്കുവാൻ കഴിയുന്നില്ല എന്ന് ഓർത്ത് നശിച്ച ജീവിതത്തെ പഴിച്ചു നീ ആയിരിക്കുമ്പോൾ ദൈവം ചെയ്തു കൊടുക്കും. നിന്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറമായുള്ളത് നേടുവാൻ തക്കവണ്ണം, അവരുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായുള്ളത് നേടുവാൻ തക്കവണ്ണം ആയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം അവരെ വളർത്തുവാൻ പോകുക. സ്വപ്നം കണ്ട കോഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ല, അവിടെ ചേർക്കുവാൻ കഴിഞ്ഞില്ല, ആ ജോലി അവർക്ക് കിട്ടിയില്ല, ഭാരപ്പെടേണ്ട. അവിടെ എൻ്റെ ദൈവം അവരെ അഭിവൃദ്ധിപ്പെടുത്തും. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് വലിയ സ്വപ്നങ്ങളൊന്നും കാണുവാൻ കഴിയത്തില്ല എന്ന് നീ ചിന്തിച്ചായിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്റെ തലമുറകൾക്ക് അഭിവൃദ്ധി വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതേ, അവൻ അഭിവൃദ്ധിപ്പെടുത്തും. സഹോദരി, നിന്റെ ഭർത്താവായിരിക്കുന്ന സ്ഥാനത്ത് വലിയ സ്വപ്നങ്ങൾ, നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ പൂവണിയിക്കുന്നതൊന്നും അവിടെ നിന്നുണ്ടാകത്തില്ല. അതേ, ഭാരപ്പെട്ടായിരിക്കുന്നുവോ, എൻ്റെ ദൈവം നിന്റെ ഭർത്താവിന് അഭിവൃദ്ധി വരുത്തും. നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും യേശുവിൻ നാമത്തിൽ. ആമേൻ. അഭിവൃദ്ധി വരും. സ്തോത്രം. ആ ബിസിനസ്സിന്, ആ തൊഴിലിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട, പലതും നഷ്ടപ്പെടുത്തി ഇറങ്ങി പുറപ്പെട്ട, ഇന്ന് നാശത്തിലായിരിക്കുന്ന അതേ ആ അവസ്ഥ മാറുവാൻ പോകുക. അഭിവൃദ്ധി ഉണ്ടാകുക. നിന്റെ ബിസിനസ്സിന്, കച്ചവടത്തിന്, ആ സ്ഥാപനത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ പോകുക. വിറ്റ് കളഞ്ഞ് കണ്ണുനീര് കുടിക്കാതെ, ഇതിനെക്കുറിച്ചോർത്ത് കണ്ണുനീര് കുടിക്കാതെ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ച് നീ ഭാരപ്പെടുന്ന ഇന്നലകളിൽ നിന്റെ സ്വപ്നമായിരുന്ന, നിന്റെ പ്രതീക്ഷയായിരുന്ന ആ സ്ഥാപനം തന്നെ അതിന് അഭിവൃദ്ധി ഉണ്ടാകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. ഓ, താങ്ക് യു ലോർഡ്. നിന്റെ ആരോഗ്യം അഭിവൃദ്ധിപ്പെടുവാൻ പോകുക. ആ രോഗം നിറഞ്ഞ ശരീരം മെച്ചപ്പെടുവാൻ പോകുക. സൗഖ്യമുണ്ടാകുക. അവൻ ദൈവം അഭിവൃദ്ധി പ്രവചിക്കുക. പ്രവാചകനെ നിർബന്ധിക്കുക. കരയുന്ന പ്രവാചകന, അവന് കണ്ണുനീർ മാത്രമേ ഉള്ളൂ. പ്രൈസർ ഫാമിലിയിൽ ഈ ദിവസങ്ങൾ അനേകർ വിളിക്കുമ്പോൾ, അവരുടെ കഷ്ടതയുടെ ശബ്ദം കേൾക്കുമ്പോൾ, അവർ ആയിരിക്കുന്ന കഠിനത അറിയുമ്പോൾ, പ്രിയരെ, നിങ്ങൾ കരയുന്നതിനൊപ്പം കരയുന്നില്ല എങ്കിലും ഉള്ളം കൊണ്ട് കരഞ്ഞു പോകുന്നുണ്ട്, ഉള്ളം മുറിപ്പെടുന്നുണ്ട്, കണ്ണുനീരോടെ ആയിരിക്കുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്ത് ഓരോ സമയവും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ചോദിക്കുന്നുണ്ട്, അപ്പച്ചാ ഇതെന്താ കുഴപ്പം? എന്തുകൊണ്ട് ഇവരിങ്ങനെ കരയുന്നു? ഇവരുടെ കണ്ണുനീർ എന്തുകൊണ്ട് വീഴുന്നു? അതേ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ, പ്രിയ സഹോദര, സഹോദരി, നിങ്ങൾക്ക് വേണ്ടി കരയുമ്പോൾ, മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ,
നിങ്ങളെ ഓർത്ത് ദൈവസേനയിൽ മധ്യസ്ഥത ചെയ്യുമ്പോൾ ആ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നു നിങ്ങളോട് പറയുവാൻ, അവന്റെ ശബ്ദം കേട്ട് പ്രവചിക്കുവാൻ, നിങ്ങളുടെ അഭിവൃദ്ധിയെ പ്രവചിക്കുവാൻ, നിങ്ങളുടെ നല്ല കാലത്തെ പ്രവചിക്കുവാൻ. ആമേൻ. ഒരിക്കൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒരു ഭവനത്തിൽ ഞങ്ങൾ കടന്നുപോയി. ഒരു ഭവനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പല പല നിലകളിലുള്ള മനോഹരമായ ഭവനങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ സ്വപ്നങ്ങളിൽ പോലും വരുവാൻ പാടില്ലാത്ത ഒരു ഭവനം, മുട്ടളവ് പൊക്കത്തിൽ പച്ചക്കല്ല് കെട്ടിയ, അതിനു മുകളിൽ ചാക്ക് വലിച്ചു കെട്ടിയ, മുകളിൽ ഓല കൊണ്ട് മേൽക്കൂര കെട്ടി, അതിനു മുകളിൽ സിനിമാ പോസ്റ്ററുകളെ ടാർപോളിനാക്കി കെട്ടിമറച്ച ഒരു റൂം. അത് അടുക്കളയുമാണ്, അത് ബെഡ്റൂമുമാണ്. ആ വീട്ടിനകത്ത് 4 പേർ, ഒരമ്മ, ഒരപ്പൻ, 18കാരിയായ മകൾ, 16കാരനായ മകൻ. ആ 4 പേരും അതിനകത്ത് താമസിക്കുന്നു. അവരുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അവർ കണ്ണുകൊണ്ട് കരയുന്നു, ഞങ്ങൾ ഉള്ളം കൊണ്ട് കരയുന്നു. അവരുടെ ആ വീട്ടിലെ അവസ്ഥ, മകളെക്കുറിച്ച് ഓർത്ത്, മകനെക്കുറിച്ച് ഓർത്ത്, തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് തകർന്നായിരിക്കുമ്പോൾ ആ തകർച്ചയുടെ മധ്യത്തിൽ ഉള്ളം കൊണ്ട് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നീ ഈ കണ്ണുനീർ കാണാൻ ഞങ്ങളെ ഇതിനകത്ത് അയച്ചു. ഞങ്ങളിവിടെ എന്താണ് ചെയ്യുവാനുള്ളത്? ഞങ്ങൾക്ക് ഇവർക്ക് വേണ്ടി എന്താണ് ചെയ്യുവാൻ കഴിയുന്നത്? അന്ന് കയ്യിലുള്ളത് വളരെ തുച്ഛമായത്. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇത് കൊടുത്താൽ അവരെ നിന്ദിക്കുന്നതിന് തുല്യമാകത്തില്ലേ? അത്രമാത്രം ചെറുതേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ അവിടെ അയച്ചത് നീ ഇരുന്ന് കരയുവാനല്ല, കയ്യിൽ എത്ര ഉണ്ടെന്ന് എണ്ണിപ്പറക്കി നോക്കുവാനല്ല, അവരുടെ ഈ ക്ഷയിച്ച അവസ്ഥയിൽ നിന്ന് അഭിവൃദ്ധി പ്രവചിക്കുവാൻ, അതേ അഭിവൃദ്ധിയുടെ ശബ്ദം അവർ കേൾക്കുവാൻ, പ്രാർത്ഥനയോടെ അവർക്കൊപ്പം ഇരുന്ന് പ്രവചിക്കുവാൻ തുടങ്ങി. അവരുടെ അഭിവൃദ്ധി പ്രവചിക്കുവാനായി തുടങ്ങി. അടച്ചുറപ്പുള്ള ഒരു ഭവനമെന്ന അഭിവൃദ്ധി, അടച്ചുറപ്പുള്ള ഒരു ഭവനമെന്ന അവരുടെ സ്വപ്നം, മക്കൾക്ക് ഓരോ മുറിയുള്ള ഭവനമെന്ന അവരുടെ സ്വപ്നം, അതേ മടി കൂടാതെ പ്രവചിച്ചു. ആ പിതാവ് ചിരിച്ചു, മക്കൾ തിരിഞ്ഞിരുന്നു. എന്നാൽ ആ മാതാവ് ഏറ്റെടുത്ത് ഒപ്പം പ്രാർത്ഥിച്ചു. അഭിവൃദ്ധിയുടെ സ്വരം, അഭിവൃദ്ധിയുടെ പ്രവചനം കേട്ട് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് പോലെ, പ്രിയരെ, 1 വർഷം കഴിയുന്നതിന് മുമ്പേ ദൈവം മനോഹരമായി അവർ സ്വപ്നം കണ്ട ആ ഭവനം, ദൈവം ആഗ്രഹിച്ച ഭവനം അവർക്ക് നൽകി. ആ പ്രവചനത്തെ നിവർത്തിച്ചു. അഭിവൃദ്ധി പ്രവചിക്കുകയും അത് നിവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം, ആ ദൈവം ഈ പകലിൽ നിങ്ങൾക്കൊപ്പമുണ്ട്. കേൾക്കുന്ന ചിലർ ആ അഭിവൃദ്ധി പ്രാപിക്കുവാൻ പോകുക. അതേ അവസ്ഥയിൽ ഭവനത്തിലായിരിക്കുന്ന, പണി പൂർത്തിയാക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുക, പകുതി വഴിയിൽ കിടക്കുക. സ്തോത്രം. അതിനകത്ത് കാൽ വയ്ക്കുമ്പോൾ നിന്റെ ഉള്ളം കീറി മുറിയുന്ന വേദനയാ. അയ്യോ, ഞങ്ങളുടെ സ്വപ്നം ഇങ്ങനെ കിടക്കുന്നുവല്ലോ. പ്രവചിക്കുക. നീ സ്വപ്നം കണ്ട നിന്റെ ഭവനമായ ആ ഭവനം മാറുവാൻ പോകുക, അതിന് അഭിവൃദ്ധി ഉണ്ടാകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ആമേൻ. അതേ മാതാവേ, നിന്റെ ഹൃദയം പൊട്ടി നീ കരയുന്ന ആ കരച്ചിലിനൊപ്പം ഉള്ളം കൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രവചിക്കട്ടെ. നിന്റെ തലമുറയെ കാണുമ്പോൾ, നിന്റെ തലമുറയെ തൊടുമ്പോൾ, അയ്യോ, ഓടിച്ചാടി നടക്കുന്ന മറ്റു കുഞ്ഞുങ്ങൾ, സന്തോഷത്തോടെ ആയിരിക്കുന്ന മറ്റു കുഞ്ഞുങ്ങൾ, എൻ്റെ കുഞ്ഞു മാത്രം രോഗത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ കുഞ്ഞിന് മാത്രം അവൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കുവാനും അവന് വേണ്ടി ഞങ്ങൾക്ക് പലതും ചെയ്യുവാനും കഴിയാതെ ആയിരിക്കുന്നു. കരയുകയാ. ആ രോഗം ബാധിച്ച തലമുറയോർത്ത് കരയുക, വീണുപോയ തലമുറയോർത്ത് കരയുക. അവന്റെ അഭിവൃദ്ധി പ്രവചിക്കുവാൻ ഈ പകലും എൻ്റെ ദൈവം എന്നെ നിർബന്ധിക്കുക. അവൻ എഴുന്നേറ്റ് നടക്കുക. യേശുവിൻ നാമത്തിൽ സൗഖ്യമായി നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ തലമുറ പുറത്തു വരുവാൻ പോകുക. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. ഒപ്പം കരയുന്നുണ്ട്. സ്തോത്രം. ഒത്തിരി പേർ നിന്നെ ആശ്വസിപ്പിക്കുവാൻ പോലും കഴിയാതെ ഇനി അവരോട് പറയുവാൻ വയ്യ. ഇനി എന്താണ് ഞാൻ അധികം പറയുവാനുള്ളത്? അത്രമാത്രം ഞാൻ നശിച്ചു പോയിരിക്കുന്നു. എൻ്റെ ജീവിതം അത്രമാത്രം നാശത്തിലായിരിക്കുന്നു. പ്രതീക്ഷിക്കുവാൻ നല്ലതൊന്നുമില്ല, സ്വപ്നം കാണുവാൻ. അതേ, അവരുടെ മധ്യത്തിൽ മടി കൂടാതെ എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയും, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന അഭിവൃദ്ധിയെ. നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകുവാൻ, നിങ്ങളുടെ ഈ കണ്ണുനീർ മാറ്റി സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അയ്യോ ദൈവദാസനെ, ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ടാണോ ഇതൊക്കെ പറയുന്നത്? പ്രിയരെ, നിങ്ങളുടെ അവസ്ഥ കണ്ട് പറയുന്ന 100 പേർ 1000 പേർ നിങ്ങൾക്ക് ചുറ്റും കാണും. ജോലിയില്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടമാണ്, രോഗമുള്ളപ്പോൾ നിങ്ങൾക്ക് വേദനയാണ്.
പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ണുനീരാണ്. ഇത് പ്രവചിക്കാൻ ഏത് പൂച്ചക്കുട്ടിക്കും പറ്റും. എന്നാൽ ദൈവത്തിന്റെ നാമത്തിൽ വിശുദ്ധ വേദപുസ്തകം എടുത്ത് ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നവൻ എന്ന നിലയിൽ ഞാൻ പ്രവചിക്കുന്നു, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. കാരണം എൻ്റെ ദൈവം നിങ്ങൾക്ക് അഭിവൃദ്ധി വരുത്തുന്നവനത്രേ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അഭിവൃദ്ധി പ്രവചിക്കുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആർക്കാണ്, എന്തുകൊണ്ടാണ് ആ സഹോദരനും രണ്ട് മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ചതുപോലെ ചിരിച്ചതുപോലെ നിങ്ങൾ പലപ്പോഴും ഈ ദൂത് കേൾക്കുമ്പോൾ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന ആ വിശാലതയെക്കുറിച്ച് കേൾക്കുമ്പോൾ ചിരിച്ചു പോകുന്നത്? കാരണം ദൈവം ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ല നിങ്ങളെന്ന ബോധ്യമുള്ളത് കൊണ്ട്. ശരിയാണ്, ദൈവം എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അഭിവൃദ്ധി വരുത്തുമെന്നല്ല. ആ വാക്യം വളരെ വ്യക്തമായി പറയുന്നു. ഇസ്രായേൽ കന്യകയെ, ഇസ്രായേൽ കന്യകയെ. സ്തോത്രം. ആർക്കാണ്? ഇസ്രായേൽ കന്യക ദൈവവുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട സ്ത്രീയായി ദൈവജനത്തെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിനക്ക് ഞാൻ അഭിവൃദ്ധി വരുത്തും. സ്തോത്രം. ഈ പകലിലും ക്രിസ്തുവിന്റെ മണവാട്ടികളായി മാറിയവരെ നോക്കിയാണ് ഈ പ്രവചന ശബ്ദം ജ്വലിക്കുന്നത്. ആമേൻ. സ്തോത്രം. മറ്റു പലർക്കും ഇതൊരു വെറും വാക്കായിരിക്കാം, പരിഹസിക്കുവാനും ചിരിക്കുവാനും തോന്നുന്ന വാക്കുകളായിരിക്കാം. എന്നാൽ നിങ്ങൾ എന്റെ കർത്താവിന്റെ മണവാട്ടിയാണെങ്കിൽ, മണവാട്ടി സഭയാണെങ്കിൽ, കർത്താവിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. നിശ്ചയം. കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണോ? അവന്റെ കാന്തയാണോ? അവന്റെ മണവാട്ടിയാണോ? എങ്ങനെ ദൈവദാസനെ, ചിലർക്കൊരു സംശയം വന്നു, എങ്ങനെ ദൈവദാസനെ എനിക്ക് കർത്താവിന്റെ മണവാട്ടി, അവന്റെ കാന്തയായി മാറുവാൻ കഴിയും? ഹൗ ഇസ് പോസിബിൾ? എങ്ങനെ സാധ്യമായി തീരും? ആ ചിന്ത തന്നെ എങ്ങനെയാണത്? നോക്കിയേ, അതൊരു മനോഭാവമാണ്. ഞങ്ങളൊക്കെ ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ, ആ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് പെൺപിള്ളാരുടെയൊക്കെ വിവാഹം നടക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ ഞങ്ങളുടെ പാത്രത്തിൽ നിന്നും കൈയിട്ട് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കൂടിയൊക്കെ ഇരിക്കുന്ന പിള്ളേർ ഒരു ദിവസം പെട്ടെന്ന് ഒറ്റയ്ക്ക് മാറിയിരുന്ന് ആഹാരം കഴിക്കുവാനും ചിരിയും കളിയും ഒക്കെ മാറ്റിവെച്ചിരിക്കുവാനുമായി തുടങ്ങും. അത് കാണുന്ന ഉടനെ ചിലർ ആശ്ചര്യത്തോടെ നോക്കും. അല്പം ബോധമുള്ളവർ പറയും, എടാ അവളുടെ കല്യാണ നിശ്ചയമായി. ആമേൻ. ആഹാരം കഴിക്കുന്നതിനെയും കഴിക്കാത്തതിനെ കുറിച്ചല്ല, അവൾക്കൊരു മനോഭാവം ഉണ്ടാകുകയാണ്. ഇനി ഇങ്ങനെ ഈ പയലുകളോട്ടത്ത് അടിയും കൂടി ചോറും വാരത്തുനിന്നിരിക്കാനുള്ളവളല്ല ഞാൻ. അവൾ ഒരുവന് നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൻ്റെതായി അവൾ മാറണം. അതിനുവേണ്ടിയുള്ള പ്രാക്ടീസ് അവൾ തുടങ്ങുകയാണ്. അല്ലേ? ഇന്നാണെങ്കിലും അങ്ങനെ തന്നെ. ആഹാരത്തിനൊക്കെ അടിയും പിടിയും ഒക്കെ കൂടുമായിരിക്കും, കൂട്ടുകാരൊക്കെ തന്നെ ആയിരിക്കും. എങ്കിലും അല്പസമയം കിട്ടിയാൽ മാറി നിന്ന് മെസ്സേജ് അയക്കുവാൻ തുടങ്ങും. അപ്പോൾ നിശ്ചയം ചെയ്യപ്പെട്ടിട്ടുള്ളവരുമായ ഒരു ജീവിതം ആരംഭിക്കുവാൻ, നിങ്ങളിൽ നിന്ന് മാറുവാനായി തുടങ്ങും. അതെ, എങ്ങനെ കർത്താവിൻ്റെ മണവാട്ടിയായി നമുക്ക് മാറുവാൻ കഴിയും? ലോകത്തിൽ നിന്ന് മാറി അവനിലേക്ക് കൂടുതൽ ചേർന്നുകൊണ്ട്. അതൊരു മനോഭാവമാണ്. ആമേൻ. ഈ ലോകത്തിലുള്ള എല്ലാത്തിനേക്കാളും വലുതാണ് എൻ്റെ കാന്തനുമായി ഞാൻ സമയം ചിലവഴിക്കുന്നത്, എൻ്റെ യേശുവുമായി ഞാൻ സമയം ചിലവഴിക്കുന്നത്, യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പ്രിയനോടൊപ്പമായിരിക്കുന്നത്. മെസ്സേജ് ചെയ്യുന്നു, പകല് മെസ്സേജ് ചെയ്യുന്നു, സമയം കിട്ടുമ്പോൾ വിളിക്കുന്നു, രാത്രി ഉറങ്ങാതെ മെസ്സേജ് ചെയ്യുന്നു. എൻ്റെ ഭാര്യയൊക്കെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം വീട്ടുകാർ വെളിയിലാക്കി കഥവ് പൂട്ടേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് രാത്രി ഞങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ. അപ്പോൾ അതൊരു മാറ്റമാണ്, അല്ലേ? അതൊരു മാറ്റമാണ്. ആ ഭവനത്തിൽ നിന്ന്, കൂട്ടുകെട്ടുകളിൽ നിന്ന് അവളുടെ ഭർത്താവിനോട് ചേർന്നുള്ളൊരു മാറ്റം. നിശ്ചയം ചെയ്യപ്പെടുകയാണ്. ഇനി അവനുള്ളതാ. നിങ്ങൾ അവനുള്ളതാണെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ, അതേ, നിങ്ങൾക്കൊരു അഭിവൃദ്ധിയുണ്ട്. മണവാട്ടി സഭയ്ക്കൊരു അഭിവൃദ്ധിയുണ്ട്, കാന്തയ്ക്കൊരു അഭിവൃദ്ധിയുണ്ട്. ഇസ്രായേൽ കന്യകേ, സ്തോത്രം. ആമേൻ. ആ അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക. തൊട്ടു താഴെ 5-ാമത്തെ വാക്യം ആ അഭിവൃദ്ധിയെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. നീ ഇനിയും ചേലോടെ തപ്പെടുത്തും കൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. നിന്റെ നിര മാറുക. ഇന്ന് ആരുടെ കൂട്ടത്തിലാ? കരയുന്നവരുടെ കൂട്ടത്തിലാ. സ്തോത്രം. അയ്യോ, ഞാൻ ആ കഷ്ടതയില്ല. ശരിയാടി, ഞാനും ആ കഷ്ടതയില്ല. എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടത കടമാണ്. പ്രതീക്ഷയോടെ ആരോടെങ്കിലും പറയും, അവരും പറയുക, ശരിയാ, ഞാനും കടത്തില്ല, എൻ്റെ ജീവിതത്തിലും ഇതേ കഷ്ടത എന്നതിനൊരു അറുതി ഉണ്ടാകും. കരയുന്നവരുടെ കൂട്ടത്തിൽ ചെന്ന് ചേരുന്നതെല്ലാം കരയുന്നവരുടെ കൂട്ടത്തിൽ.
ഒപ്പമുള്ളവരെല്ലാം നിങ്ങളെപ്പോലെ കരയുന്നവർ. വചനം പറയും, ദൈവം നിങ്ങൾക്ക് അഭിവൃദ്ധി വരുത്തുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ മണവാട്ടിയായി മാറുമ്പോൾ, കരയുന്നവരുടെ നിരയിൽ നിന്ന് നിങ്ങൾ ചിരിക്കുന്നവരുടെ നിരയിലേക്ക് മാറ്റപ്പെടും. അതേ, ചിരിക്കുന്നവരുടെ നിരയിലേക്ക് ഒരു മാറ്റം. താങ്ക് ലോർഡ്. കരഞ്ഞ് 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 ഇനിയും കണ്ണുനീർ എൻ്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടോ എന്ന് ചിന്തിക്കുന്ന അളവിൽ കരഞ്ഞ് തീർന്നിരിക്കുന്ന നിങ്ങളോട് തന്നെ കരയുന്നവരുടെ നിരയിൽ നിന്ന് ചിരിക്കുന്നവരുടെ നിരയിലേക്ക് കരയുന്ന ഒരു വലിയ കൂട്ടം നിരനിരയായി അടിവച്ച് നീങ്ങുകയാണ് നയീനിലെ പട്ടണ വാതിൽക്കലേക്ക്. കരയുന്ന ഒരു അമ്മയുണ്ട്. അമ്മയുടെ ഹൃദയഭേദകമായ കരച്ചിൽ കണ്ട് ആശ്വസിപ്പിക്കുവാൻ കരയാതെ ഒപ്പം കരയുന്ന വലിയൊരു കൂട്ടമുണ്ട്. വിലാപയാത്ര. ആ വിലാപയാത്രയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു ഇടിച്ചു കയറുകയാണ്. ആമേൻ. ആ സ്ത്രീയുടെ ജീവിതം ചിരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് മാറി. അവരുടെ കണ്ണുനീരിന് കാരണമായിരുന്ന അവരുടെ മരണപ്പെട്ടു പോയ മകനെ കർത്താവായ യേശു ക്രിസ്തു എഴുന്നേൽപ്പിച്ചു. അവൻ യേശു ക്രിസ്തു ജീവനെ നൽകി. മരിച്ചവനെ, നശിച്ചവനെ കർത്താവ് ജീവിപ്പിച്ചു, അഭിവൃദ്ധിപ്പെടുത്തി. സന്തോഷം നശിച്ച സ്ഥാനത്ത് സന്തോഷത്തിന്റെ അഭിവൃദ്ധി എൻ്റെ ദൈവം ഉണ്ടാക്കി. അതേ, കരയുന്നവരുടെ കൂട്ടം ചിരിക്കുന്നവരുടെ കൂട്ടമായി മാറി. യേശുവുമായുള്ളൊരു എൻഗേജ്മെന്റ് അത് തന്നെ. സ്തോത്രം. മണവാട്ടിയായി മാറുക. യേശുവിന്റെ ആൾക്കാരെ അവർ മാറുക. യേശുവിന്റെ വാക്ക് കേൾക്കുന്നു, മഞ്ചം വയ്ക്കുന്നു, യേശു തൊടുന്നു. റെഡിയാണോ യേശുവിന്റെ വാക്ക് കേൾക്കാൻ? ആ മഞ്ചമൊന്ന് ഇറക്കി വയ്ക്ക്. ചുമന്ന് നടന്ന് കരഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുന്ന ആ കഷ്ടതയുടെ മഞ്ചത്തെ ഇറക്കി വയ്ക്ക്. നിനക്കൊരു അഭിവൃദ്ധി വരുത്തി നിന്നെ ചിരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് മാറ്റി നിർത്തുവാൻ ഈ പകലിൽ എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. അതേ പ്രിയരെ, നിങ്ങൾ കർത്താവ് മാറ്റി നിർത്തുക. കരയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ചിരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക്. തീർന്നില്ല. ആ ചിരിക്ക് കാരണം ഇതെന്ന് അതേ 5-ാമത്തെ വാക്യത്തിൽ പിന്നെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ ഇനിയും ശമര്യ പർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടമുണ്ടാക്കും. ശമര്യ വേദപുസ്തകം വായിച്ചിട്ടുള്ള എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും അറിയുവാനായിട്ട് കഴിയും. ശമര്യ മോശപ്പെട്ട സ്ഥലം. സ്തോത്രം. യഹൂദന്മാർ കടന്നു ചെല്ലുവാൻ അറയ്ക്കുന്ന സ്ഥലം, ആർക്കും വേണ്ടാത്തവരായിരിക്കുന്ന സ്ഥലം, വ്യഭിചാരം ചെയ്യുന്നവരുടെ സ്ഥലം, പാപം ചെയ്യുന്നവരുടെ സ്ഥലം, പാപികൾ തിങ്ങിപ്പാർക്കുന്നവരുടെ സ്ഥലം, മിശ്ര വിവാഹം ചെയ്ത് യഹൂദരോടൊപ്പം നിൽക്കുവാൻ യോഗ്യതയില്ലാത്തവരായി തീർന്നവരുടെ സ്ഥലം, മോശപ്പെട്ട സ്ഥലം, അതിൻ്റെ ഔന്നിത്യം പർവ്വതം. വചനം പറയുന്നു, ആ പർവ്വതത്തിൽ നിങ്ങൾ മുന്തിരി നട്ടുണ്ടാക്കും. മുന്തിരി എന്താ? സന്തോഷം. ദൂത എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളത്, അതേ അവിടെ നിന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സന്തോഷം പുറത്തു വരുവാൻ പോകും യേശുവിൻ നാമത്തിൽ. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മോശമെന്ന് പറഞ്ഞ അതേ സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ, നിങ്ങൾ മോശമെന്ന് കണ്ട അതേ സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ, ആ തൊഴിൽ മേഖല ഇന്ന് നിങ്ങൾ പറയുന്നുണ്ട് അത് മോശമാണ്. ഇന്നലകളിൽ ഒത്തിരി പേർ പറഞ്ഞു അത് മോശമാണ്. അതേ, ആ മോശമായ സ്ഥാനത്തു നിന്ന് തന്നെ സന്തോഷത്തിന്റെ മുന്തിരി കൊയ്തെടുക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അവിടെ മുന്തിരിയുടെ അനുഭവം നിങ്ങൾക്ക് വേണ്ടി, സന്തോഷത്തിന്റെ അനുഭവം നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. മോശമായ കുടുംബജീവിതം, മോശക്കാരനായ ഭർത്താവ്, അയ്യേ, ഇതുപോലൊരു എൻ്റെ അമ്മയും അപ്പനും പറയുന്ന കാര്യമാണ്, നിന്റെ സഹോദരങ്ങൾ പറയുന്ന കാര്യമായി, ഇതുപോലൊരുത്തന്, സ്തോത്രം, ഇതുപോലൊരുത്തി എൻ്റെ ജീവിതത്തിൽ വന്നു കയറി. മോശപ്പെട്ടവൾ, മോശപ്പെട്ട കുടുംബം, മോശപ്പെട്ട ബന്ധുക്കൾ, അയ്യേ, പറയുവാൻ പോലും അറയ്ക്കുന്ന മോശപ്പെട്ടിടമെന്ന് മറ്റുള്ളവർ പറഞ്ഞ നിന്റെ ജീവിതത്തിൽ നിന്ന് അവരുടെ സന്തോഷം പുറപ്പെട്ടു വരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അവർ പറയുന്നു മോശപ്പെട്ടതാണ്, നീ മോശപ്പെട്ടവളാണ്, നീ മോശപ്പെട്ടവനാണ്, എനിക്ക് കിട്ടിയവൻ മോശമാണ്, എനിക്ക് കിട്ടിയവൾ മോശമാണ്. അതേ, പങ്കാളി നിന്റെ പങ്കാളി മോശമെന്ന് നീ പറഞ്ഞ, ലോകം പറഞ്ഞ സ്ഥാനത്തു നിന്ന് അവരിൽ നിന്ന് നീ സന്തോഷം അനുഭവിക്കുവാൻ പോകുക. അടങ്ങ്. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. സ്തോത്രം. ലോകം നിന്റെ വാക്ക് കേട്ട് ഒപ്പം പറയും, പക്ഷെ ദൈവം പറയത്തില്ല. അവിടെ നിന്ന് തന്നെ നിന്റെ സന്തോഷം അനുഭവിപ്പിക്കും. കുറ്റബോധം ഉണ്ടാകാതിരിക്കുവാൻ ഒന്ന് അടങ്ങ്. മാതാവേ, പിതാവേ, ഏത് തലമുറകളാണോ നിങ്ങൾക്ക് മോശമായി മാറിയത്,
തലമുറകളുടെ ജീവിതം നിങ്ങൾക്ക് മോശമായി മാറി, അവരുടെ വിദ്യാഭ്യാസം എല്ലാം മോശമായി, നിങ്ങൾക്ക് മോശമാണ്, ഒപ്പമുള്ളവർക്ക് മോശമാണ്. അതേ, അവിടെ നിന്ന് തന്നെ നിങ്ങളുടെ സന്തോഷത്തെ ദൈവം കൊണ്ടുവരും. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഓ സ്തോത്രം. എൻ്റെ മകൻ അയ്യേ പഠിക്കത്തില്ല, മോശം സ്വഭാവമാണ്, നീ തിരുത്തി പറയാൻ പോവുക. ആമേൻ. നിർത്ത്, ഇനി പറയരുതേ. ഓ നാക്കുളുക്കും. ആമേൻ. മറ്റുള്ളവരോട് വാദോരാതെ സംസാരിക്കുന്നില്ലേ? അയ്യോ ഇങ്ങനെ ഒരു തലമുറ എനിക്ക് കിട്ടിയല്ലോ, പഠിക്കത്തില്ല, അനുസരണയില്ല, ഒന്നിനും കൊള്ളാത്ത ചെക്കൻ. നീ തിരുത്തി പറയേണ്ടി വരും. അന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജയോടെ പറയേണ്ടാതിരിക്കണമെങ്കിൽ വായടയ്ക്ക്. യേശുവിൻ നാമത്തിൽ നീ നാശമായി കണ്ട, മോശമായി കണ്ട സ്ഥാനത്ത് നിന്ന് നിന്റെ സന്തോഷം, അതും വലുതായ സന്തോഷം. സംഖ്യാപുസ്തകം 13-23 വാക്യത്തിൽ ഒറ്റുനോക്കുവാൻ പോകുന്ന കനാന്യ ദേശത്തു നിന്ന്, ശത്രുക്കളുടെ കയ്യിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന കനാന്യ ദേശത്തു നിന്ന് ദൈവത്തിൻ്റെ ജനം മടങ്ങി വരുന്നത് ചുമന്നുകൊണ്ടുവരുവാൻ മാത്രം വലിപ്പമുള്ള മുന്തിരിക്കുലയുമായിട്ടാണ്. ശത്രുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ മക്കൾ. ഓഹോ യേശുവിൻ നാമത്തിൽ നിന്റെ തൊഴിലിടം, നീ സ്വപ്നം കാണാത്തത്, അതെ ആ സന്തോഷം ചുമന്നുകൊണ്ട് വരുവാൻ പോകുന്ന സ്ഥാനം അവിടെ നിന്നാണ്. ഇന്ന് ശത്രുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ഭർത്താവിൽ നിന്ന്, മദ്യത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ഭർത്താവിൽ നിന്ന്, നിന്റെ മക്കളിൽ നിന്ന് നീ സന്തോഷം ചുമന്നുകൊണ്ട് വരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ മറച്ചു വയ്ക്കുവാൻ കഴിയാത്തത്ര സന്തോഷം. എവിടെ? ഓ സ്തോത്രം. നശിച്ച സ്ഥാനത്ത് നിന്ന്. അപ്പോൾ ദൈവം നിങ്ങൾക്ക് അഭിവൃദ്ധി വരുത്തും. റെഡിയാണോ ആ മനോഭാവത്തെ ഒന്ന് മാറ്റി കർത്താവിനുള്ളവരായി മാറുവാൻ? അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ കൂട്ടി വരുത്തുക. അതുപോലെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ വളരെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. കുറ്റപ്പെടുത്തുന്ന 100 പേരുടെ മധ്യത്തിൽ നിങ്ങളുടെ നാളെയെക്കുറിച്ച് പ്രവചിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ശക്തി പകരും. അതേ, ദൈവം അത് നിവർത്തിക്കുകയും ചെയ്യും. അതുപോലെ ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രിയ കുടുംബാംഗങ്ങളാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരെ പോലെ അനേകരിലേക്ക് ഈ മെസ്സേജ് ചെന്നെത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊപ്പം നിങ്ങളുമായിരിക്കുക. കണ്ണടച്ചോ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായി ഈ നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ, തൊഴിൽ സംബന്ധമായുള്ള സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ. വരുമാന മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. കടഭാരങ്ങൾ വിട്ടുമാറട്ടെ. ഈ ജനം ഫ്രീ ആകട്ടെ. കടമില്ലാത്തവരായി മാറട്ടെ. അതിന് തക്കവണ്ണം സമൃദ്ധി ഉണ്ടാകട്ടെ. ഇവരുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. ദാരിദ്ര്യം മാറട്ടെ. അടുക്കളകളിലെ ദാരിദ്ര്യം മാറട്ടെ യേശുവിൻ നാമത്തിൽ. സ്തോത്രം. വിദ്യാഭ്യാസ മേഖലകൾ, തലമുറകളുടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഉണ്ടാകട്ടെ. അച്ചടക്കമുണ്ടാകട്ടെ. ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകൾ തലമുറകളിൽ നിന്ന് മാറിപ്പോകട്ടെ. നല്ല ഭാവി തലമുറകൾക്കുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ആ തടസ്സം മാറുക. ഒത്തിരി ആലോചിച്ചു, നടക്കുന്നില്ല, തടസ്സം മാറുക. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിച്ചാട്ടെ. ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ യേശുവിൻ നാമത്തിൽ ആ ബന്ധനങ്ങൾ അഴിയുക. അവരുടെ മേൽ അവകാശം പറയുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറുന്ന കൃപയ്ക്കായി രോഗികൾ സൗഖ്യമാകട്ടെ. ഓ സ്തോത്രം. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. ബിസിനസ്സുകൾ, സ്വയം തൊഴിലുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ഈ മെസ്സേജ് എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രഭാതപൻ എന്ന പേരിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇത് അവൈലബിൾ ആണ്. ചാനൽ സന്ദർശിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ പ്രൈസർ ഫാമിലിയിലൂടെ നിങ്ങൾ ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശവുമായി നാം ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും
കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.